നോക്കച്ചാ, ഈ വിലക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി. സാധാരണക്കാരെ മനസ്സിലാക്കി സാധാരണക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇവിടെയും ഇല്ലേ? ലൈബ വെഡിങ് സെന്റർ അല്ലേ? കറക്റ്റ്. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വിഷപ്പാമ്പുകളെ പിടികൂടി നാട്ടുകാരുടെ ഭീതി അകറ്റുകയാണ് സക്രിയ പാണ്ടിക്കാട് എന്ന യുവാവ്. വനം വകുപ്പിന്റെ അംഗീകൃത സ്നേക്ക് റെസ്ക്യൂവറായ സക്രിയ ഇതിനോടകം 500-ലധികം വിഷപ്പാമ്പുകളെയാണ് പിടികൂടിയത്. 2 വർഷം മുൻപാണ് സക്രിയ സ്നേക്ക് റെസ്ക്യൂവിൽ പരിശീലനം നേടിയത്. കനത്ത ചൂടിൽ ദിവസങ്ങൾക്ക് മുൻപ് വരെ പാമ്പ് ശല്യം രൂക്ഷമായിരുന്നു. തലയണകൾക്കിടയിലും ബാത്റൂം വെന്റുകളിലും സ്കൂട്ടറുകൾക്കും പാദരക്ഷകൾക്കിടയിലും ഉഗ്രവിഷമുള്ള പാമ്പുകളെ കാണുന്നതും പതിവായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ രക്ഷകനായി എത്തുന്നത് 32-കാരനായ സക്കരിയ പാണ്ടിക്കാടാണ്. അത് സ്വന്തം നാട്ടിൽ മാത്രമല്ല, പെരിന്തൽമണ്ണ, പാണ്ടിക്കാട്, തൊവ്വൂർ, കരുവാരകുണ്ട്, മേലാറ്റൂർ, കീഴാറ്റൂർ എന്നിവിടങ്ങളിലെല്ലാം സക്കരിയ ഓടിയെത്തും. അടുത്തോട്ട് വരുന്നത് അത് നമ്മൾ വീടിനോട് ചാരി മാക്സിമം വീട്ടിൽ അത്യാവശ്യമല്ലാത്ത സാധനങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് ഒഴിവാക്കി വെക്കുക. വീടിനെ ചാരി നമ്മൾ ടൈൽസ് പീസ്, അതുപോലെ ഓടുകൾ, പഴയ ഓടുകൾ, വിറകുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും വെക്കുന്നത് വീടിനോട് ചേർന്നിട്ടായിരിക്കും. ഈ ഒരു സ്ഥലത്ത് എലികളും മറ്റും വന്നിട്ട് ഉണ്ടാവും, തവളകൾ ഉണ്ടാവും, എലികൾ ഉണ്ടാവും. ഈ സ്ഥലത്തോട്ട് പാമ്പുകൾ എത്തും. അങ്ങനെയാണ് യാദൃശ്ചികമായിട്ട് നമ്മൾ പോകുന്ന സമയത്തൊക്കെ ആയിട്ട് കൊത്തു കിട്ടുന്നതും ഇങ്ങനെ സംഭവിക്കുന്നതും. മഴക്കാലത്ത് കൂടുതലായിട്ട് മലമ്പാമ്പുകളെയാണ് കാണുക. മഴക്കാല സീസണിൽ കൂടുതലായിട്ട് മലമ്പാമ്പുകളെ കിട്ടൽ. അതും ഇതേപോലെ തന്നെ നമ്മൾ കോഴിക്കോട് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിലോട്ട് പാമ്പുകളെത്തും. നമ്മൾ വീടും പരിസരവും വൃത്തിയാക്കിയിട്ട് ആ കാടുകൾ വെട്ടിത്തെളിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അല്ലാതെ പാമ്പിനെ തുടച്ചു നീക്കുക ഇങ്ങനെയല്ല ഒന്നും നമുക്ക് സാധ്യമല്ല. പാമ്പുകടിയിൽ നിന്ന് രക്ഷ നേടാനും കടിയേറ്റാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ വിശദീകരിക്കാനും വനംവകുപ്പ് പുറത്തിറക്കിയ സർപ്പ ആപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും സക്കരിയ ശ്രമിക്കുന്നുണ്ട്. നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടെ എത്തുമ്പം അവിടെ എത്തിയിട്ടായിരിക്കും അവർ പറയുന്നത് അത് പോയല്ലോ എന്ന്. അവർക്ക് ജസ്റ്റ് ഒരു കോൾ ചെയ്താൽ മതി, പാമ്പ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴിയിൽ നിന്ന് തിരിച്ചു പോകും. പക്ഷെ അതുപോലും ചെയ്യാൻ സമയം കിട്ടാത്ത ആളുകളുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. അതേപോലത്തെ ഒരു പ്രശ്നമാണ് ഈ പാമ്പുകളെ നമ്മൾ ഇവിടുന്ന് പിടിച്ചിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി തുറന്നു വിടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ടോക്ക് ഉണ്ട്. അത് പലരും പറഞ്ഞു പരത്തുന്നതാണ്. നമ്മൾ ഈവൻ ഒരു നീർക്കോലിയാണെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ട് അവർ വനത്തിനുള്ളിൽ അത്രയും ദൂരത്ത് കൊണ്ടുപോയിട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആപ്പ് വഴി അതത് മേഖലകളിലെ സ്നേക്ക് റെസ്ക്യൂവറുമായി ബന്ധപ്പെടാനും സാധിക്കും. വിളിച്ചാൽ ഉടനടി വിളിപ്പുറത്തെത്തുമെന്ന പ്രത്യേകതയും സക്കരിയയ്ക്കുണ്ട്. എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് ഉണ്ട്. അതിലെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ആളെ കോൺടാക്ട് നമ്പറും പേരും ഡീറ്റെയിൽസും ഒക്കെ അതിലുണ്ടാവും. അത് കഴിഞ്ഞാൽ അതിന് ശേഷം കുറച്ചുകൂടെ അടുത്തുള്ള ആളെ, അങ്ങനെ എല്ലാ റെസ്ക്യൂവർമാരെ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അതേപോലെ നമുക്ക് ഒരു പാമ്പിനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഏരിയ ഫോട്ടോ എടുത്തിട്ട് അതിൽ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കോൾ വരും, റെസ്ക്യൂവർ നമ്പർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് റെസ്ക്യൂവറിലേക്ക് എത്താം. പാമ്പുകൾക്ക് പുറമെ കിണറ്റിൽ അകപ്പെട്ട മയിലുകൾ, വെരുക് തുടങ്ങിയ ജീവികൾക്കും സക്കരിയ രക്ഷകനാകാറുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവമായ സക്കരിയ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും കൂടുതൽ ഉൾപ്പെടുത്തുന്നതും പാമ്പുപിടുത്തം തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.